അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തൊഴുന്നത് ഒരാൾക്ക് വേറൊരു തൊഴാമെന്ന ആൾക്ക് തടസ്സമാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിന്റെ സൈഡിൽ നിന്ന് തൊഴുകയും ആളുകൾ അതിന്റെ മുമ്പിലൂടെ തൊഴുത് നീങ്ങുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. സുഹൃത്തുക്കളെ, ഒരു ചെറിയ നുണ, ഒരു കുഞ്ഞു നുണ അദ്ദേഹം പറഞ്ഞു, അതാണ് മാറ്റി. നമുക്ക് അതിലേക്കൊന്നും കിടക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ബി ഗോപാലകൃഷ്ണനും വി ഡി സതീശനും നമ്മുടെ മുഖ്യമന്ത്രിയും പറയുന്നത് കേട്ടിട്ട് ഒരു വേറെ വീഡിയോ വരുന്നുണ്ട്. അതൊരുന്ന് കാത്തിരിക്കുക. എന്താണ് ഇവർ തമ്മിലുള്ള കളികൾ, ബി ജെ പിയും ഇവരും തമ്മിലുള്ള ഒരു ബാന്ധവം എന്തെന്നുള്ളൊരു വീഡിയോ ആണ്. അത് നമുക്ക് രാത്രി കാണാം. എന്തായാലും ഞാനിപ്പോൾ കാണിച്ചിരുന്ന സത്യം പറയല, ഇതൊരു താരതമ്യ വീഡിയോ ആണ്. വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ഈ മുഖ്യമന്ത്രി അധികാരത്തിൽ കയറിയിട്ട് ഇതാ ഇന്നേക്ക് 7-8 ദിവസം കഴിയുന്നു. ഈ 8 ദിവസത്തിനിടയ്ക്ക് കുറേയേറെ പദ്ധതികൾ അദ്ദേഹം ഇല്ലാണ്ടാക്കി. ഒരൊറ്റ പദ്ധതി പോലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യവസായ പദ്ധതി പോലും അതിന്റെ ചർച്ച പോലും നടന്നിട്ടില്ല, ഒന്നും തുടങ്ങിയിട്ടില്ല. എന്നാൽ അവസാനിപ്പിക്കുക ഏറെ ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഈ കുറച്ച് സംഗതികളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ കാണാനൊക്കെ സാധിക്കും, ചിലപ്പോൾ കാണാൻ പറ്റില്ല. എങ്കിലും ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അധികാരത്തിൽ കയറിയ ശേഷം അവസാനിപ്പിച്ച കുറേ പദ്ധതികളുണ്ട്. ഈ അവസാനിപ്പിച്ച പദ്ധതികൾ നിങ്ങളൊന്ന് സങ്കല്പിക്കണം. എന്താ പറയുക, ഹൈപ്പത്തറ്റിക്കൽ സാധനം നിങ്ങൾക്ക് വിചാരിക്കാം. എങ്കിലും ഈ സങ്കല്പം ഇങ്ങനെയാണ്. പിണറായി വിജയനാണ് ഇത്തവണ അധികാരത്തിൽ കയറിയെന്ന് വിചാരിക്കുക. ഞാൻ ആദ്യത്തെ കാര്യം പറയുന്നു. ഭരണത്തിൽ വന്ന് 4ാമത്തെ ദിവസം നമ്മുടെ ഈ ഒരു ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡി സതീശൻ ഗവൺമെന്റ് 4600 കോടി രൂപ കടമെടുത്തിട്ടുണ്ട്. ആരെങ്കിലും അറിഞ്ഞു ആവോ കേട്ടോ? ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ശരി, വിട്ടേക്ക്. ഇതിൽ 1800 കോടിയോളം രൂപ കടമെടുത്തത് ആരുടെ പെർമിഷൻ ഇല്ലാതെ, വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് നമ്മുടെ നിയമസഭയുടെ പെർമിഷൻ ഇല്ലാതെയാണ് 1800ഓളം കോടി രൂപ കടമെടുത്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ വല്ല ചർച്ച ഉണ്ടായിട്ടുണ്ടോ? വല്ല രീതിയിൽ സമരം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടായിട്ടില്ല. ചാനലുകളിൽ വൈകുന്നേരങ്ങളിൽ ഘോരം പ്രസംഗിച്ചോ? ഇല്ല. അതാണ് ഇതിൻ്റെയൊക്കെ രസം. ഇതെങ്ങാൻ പിണറായി വിജയനാണ് ചെയ്തിരുന്നെങ്കിലോ? പിണറായി വിജയന്റെ ദൂർത്ത് 1800 കോടി രൂപ കടമെടുക്കുന്നു. മലയാളികളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും കടക്കാരാവാൻ പോകുന്നു. കണക്കടക്കെടുക്കും. ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞടക്കം എത്ര രൂപയ്ക്ക് കടക്കാരനാണെന്നുള്ള കണക്കടക്കം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഉണ്ടാവില്ലേ? അങ്ങനത്തെ വല്ല ചർച്ച നടന്നായിരുന്നോ? വിട്ടേക്ക്. ഇനി അതണ്ട് വിട്ടിട്ട് അടുത്തത്, നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ലൈഫ് ഭവന പദ്ധതിയിൽ വീടുണ്ടാക്കിയിട്ടുണ്ട്. അതിൽ അതിഗംഭീരമായിട്ട് സുഖകരമായി ജീവിക്കുന്നുണ്ട്. എൻ്റെ നാട്ടിൽ 2 ആൾക്കാർ ലൈഫ് പദ്ധതിയിൽ വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അവർക്ക് ഇനി എത്ര ഗഡു കിട്ടാനുണ്ടെന്ന് വലിയ പിടുത്തമില്ല. ഇനി അത് കിട്ടുമെന്നറിയില്ല. അവരൊക്കെ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഞാൻ പറഞ്ഞു വെച്ചത്, ലൈഫ് ഭവന പദ്ധതി റദ്ദാക്കാൻ തീരുമാനമെടുക്കുന്നു. ഇത് ഇദ്ദേഹം ചെയ്തപ്പോൾ വലിയ ചർച്ചയൊന്നും ഇപ്പോഴും ഇല്ലെന്നേ. ഇതെങ്ങാൻ പിണറായി വിജയനാണ് ചെയ്തതെങ്കിൽ ഏതൊക്കെ രീതിയിലായിരിക്കും നമ്മുടെ നാട്ടിൽ നടക്കുക? ആളുകൾക്ക് കൂര വേണ്ട കിടന്നുറങ്ങാൻ. ഇനി വരാൻ പോകുന്ന മഴയുടെ ഒരു കാലമാണ്. എവിടെ ഈ പാവങ്ങൾ തലചായ്ക്കും എന്നീ പറഞ്ഞുകൊണ്ടുള്ള ഗംഭീര ടൈറ്റിലോട് കൂടിയിട്ടുള്ള പ്രസംഗങ്ങൾ, കഥാപ്രസംഗങ്ങൾ, ഇരുട്ടുമുറി ചർച്ചകൾ നമുക്ക് കേൾക്കേണ്ടി വന്നേനെ. ഇപ്പോൾ ഒരു ചർച്ചയില്ല. അടുത്തത്, അർദ്ധരാത്രി 1/2 മണിക്കൂർ വീതം പവർ കട്ടിന് വടക്കൻ മേഖലകളിൽ, കേരളത്തിന്റെ വടക്കൻ മേഖലകൾക്ക് പവർ കട്ടിന് അംഗീകാരം നൽകിയിട്ടുണ്ട്. പവർ കട്ടിന്റെ പച്ചമലയാളത്തില് പിണറായി വിജയനായിരുന്നെങ്കിലോ? കഴിഞ്ഞിട്ടില്ല. അടുത്തത്, മിൽമ പാലിന് 4 രൂപ കൂട്ടി. ഇത് കൂട്ടാൻ വേണ്ടി തീരുമാനമെടുത്ത് പിണറായി വിജയൻ ഗവൺമെന്റ് തന്നെയാണ്, ഒരു സംശയമില്ല. പക്ഷെ അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ട് വന്നത് ഈ ഗവൺമെന്റ് സമയത്താണ്. ഈ ഗവൺമെന്റ് സമയത്ത് വന്ന മന്ത്രിയോട് ചോദിക്കുക കൂടി ചെയ്തു. കഴിഞ്ഞ തവണ എടുത്തതാണ്, ഞങ്ങൾ 4 രൂപ കൂട്ടിക്കോട്ടെ. ഓ, കൂട്ടിക്കോളൂ. നമുക്ക് അറിയാം, പണി എന്താണെന്ന് അറിയാം. ഞങ്ങൾ പിണറായി വിജയന്റെ തലക്കിട്ടോളാം, നിങ്ങൾ എന്താ കൂട്ടിക്കോ എന്ന് പറഞ്ഞ് അവർ കൂട്ടി. പിണറായി വിജയന്റെ തലക്കിട്ടു, തടിയൂരി. ചർച്ചകളൊന്നും നടക്കുന്നില്ല. പാലിന് 4 രൂപ കൂടിയിരിക്കുന്നു. ഈ വോട്ട് ചെയ്ത എല്ലാ കോൺഗ്രസ്സുകാരും 4 രൂപ കൂടിയ ആ ഒരു മിൽമ പാലിന്റെ മേത്തേക്ക് നോക്കിയപ്പോൾ ഒരു ചിരി കിട്ടി, ഒരു പൂക്കിച്ചിരി കിട്ടി. മിൽമ പാലിലെ പശുവൊക്കെ ഒരു പൂക്കിച്ചിരി. ആ പൂക്കിച്ചിരി കണ്ടപ്പോൾ അവർ നേരെ കൊണ്ടുപോയി കട്ട് ചെയ്തിട്ട് പാലിട്ട് ചായ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞ്. അടുത്തത്, സിൽവർ ലൈൻ പദ്ധതി. നമുക്ക് സഞ്ചരിക്കേണ്ട സ്പീഡ് വേണ്ട എന്നുള്ളതാണ് ചോദ്യം. വേണം. ലോകം അത്രയേറെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്പീഡ് ലോകത്തേക്ക് നമ്മൾ മാറേണ്ടി വരും.
അങ്ങനത്തെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു സിൽവർ ലൈൻ. അനുമതി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സിൽവർ ലൈൻ പദ്ധതി പരിപൂർണമായിട്ട് നിർത്തിവെച്ചു. ഇനി അങ്ങനത്തെ ഒരു പദ്ധതിയെ വേണ്ട എന്നാണ് തീരുമാനിക്കുന്നത്. അത് പിണറായി വിജയൻ ആയിരുന്നെങ്കിലോ? നോക്കൂ, ഇത് കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ അനുഭവിക്കാൻ പോകുന്ന ഒരു സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അനുഭവിക്കാൻ പോകുന്നതാണ്. ആ അനുഭവിക്കാൻ പോകുന്ന പദ്ധതിയുടെ പേരാണ് PM ശ്രീ പദ്ധതി. അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾ കണ്ട അടിമപ്പെടുന്ന പദ്ധതിയാണ്. ഇതുവരെയും വിദ്യാഭ്യാസ വകുപ്പ് അതിൽ ഒപ്പിട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു ഭരണത്തിലേറുന്നതിന് മുമ്പായിട്ട് വീണ്ടും കേന്ദ്ര ഗവൺമെന്റ് വീണ്ടും നമുക്ക് കത്തയച്ചിരിക്കുകയാണ്, അതിൽ ഒപ്പിടണം എന്ന് പറഞ്ഞിട്ട്. മാറ്റിവെക്കരുത്, അതിൽ ഒപ്പിടണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കത്തയച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആ ഒരു പദ്ധതിയിൽ ഇനി ഇവന്മാർ ഒപ്പിടുമോ എന്നാണ് ഇനി നമ്മൾ അറിയേണ്ടത്. എന്തായാലും ഒപ്പിടാനുള്ള എല്ലാ സാധ്യതയും കാണാനുണ്ട്. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം മാറ്റാനാകുമെന്നാണ് മനോരമ അടക്കം പറയുന്നത്. ഇനി എങ്ങാനും ഈ ഒരു സമയത്തൊക്കെ പിണറായി വിജയനായിരുന്നെങ്കിൽ അതിലൊന്ന് ഒപ്പിടാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? നിങ്ങൾ വെറുതെ ഇതിൻ്റെ ഒരു താരതമ്യമായിട്ട് തന്നെ, ഒരു കമ്പാരിസനായിട്ട് തന്നെ എടുത്താൽ മതി. വേറൊരു രീതിയിൽ നിങ്ങൾ ഇതിനെടുക്കണ്ട. ഞാൻ അത് കമ്പയർ ചെയ്തത് തന്നെയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു നിലപാടുകൾ, അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളുടെ നിലപാടുകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. നമ്മുടെ മാധ്യമങ്ങൾ എന്തൊരു ഭീകരമായിട്ടായിരിക്കും ഇത്തരം തീരുമാനങ്ങളൊക്കെ പിണറായി വിജയനായിരുന്നു എടുത്തിരുന്നെങ്കിൽ എന്തൊരു വഷളമായിട്ടായിരിക്കും, എന്തൊരു ഭീകരമായിട്ടായിരിക്കും അതിനൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു തരത്തിൽ നമ്മൾക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വർത്തമാനങ്ങളായിരിക്കും നമ്മുടെ മാധ്യമപ്പുറത്തിലൊക്കെ നടക്കുക. അന്തിച്ചർച്ച നടക്കും, കഥാപ്രസംഗം നടക്കും, സ്മൃതി പരുത്തിക്കാടിന്റെ വക തുള്ളൽ നടക്കും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. പ്രിവിലേജ് എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. അത് ചില ആളുകൾക്ക് കൂടുതലായിട്ട് കൊടുക്കും നമ്മൾ. അങ്ങനത്തെ ഒരു പ്രിവിലേജ് സതീശൻ മേനോൻ ഗവൺമെന്റിന് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ബബായ്. ആര്? മാധ്യമങ്ങൾ. അതിന് സതീശൻ മേനോൻ ഗവൺമെന്റ് കുറ്റമിട്ട് കാര്യമൊന്നുമില്ല. മാധ്യമങ്ങളുടെ ഇരട്ടത്തപ്പാണ്. ബബായ്.